Children across the world walk to school and run back home. ലോകപ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ്. അതായത് ലോകത്താകമാനം കുട്ടികൾ സ്കൂളിലേക്ക് നടക്കുകയും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഓടുകയുമാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അനുഭവമുള്ളൊരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷനിൽ തുടർച്ചയായിട്ട് മത്സര പരീക്ഷകളിൽ ഒന്നാമതാവുന്ന നെയ്ഫ് അതിൻ്റെ സ്കൂൾ വേർഷനിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. അതാണ് ഹാപ്പി സ്കൂൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ട്യൂഷനുകളും മറ്റ് സപ്പോർട്ടുകളും നൽകുന്ന ഇഫർ എഡ്യൂക്കേഷൻ്റെ പ്ലാറ്റ്ഫോം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷനിൽ ഓൾറെഡി ഒരുപാട് റിസൾട്ടുകളുള്ള ഒന്നാമതായിട്ടുള്ള എയ്ഫർ ഒരു സ്കൂൾ വേർഷനിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ റീസൺ നമ്മുടെ വിഷൻ തന്നെയാണ്. ക്രിയേറ്റിംഗ് എ ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം. പഠിക്കുക എന്നുള്ളത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഇക്കോസിസ്റ്റം ആക്കുക. ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ, എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് നടക്കുന്നത്, തിരിച്ച് വീട്ടിലേക്ക് ഓടുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കൂൾ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, തിരിച്ചു വരുന്ന വേർഡ് എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലേണിംഗ് എന്നുള്ളത്. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരാളെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് ലേണിങ്ങിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് സ്കൂൾ എന്നുള്ളത്. അപ്പോൾ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും, പ്രത്യേകിച്ച് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഒക്കെ ഒരുപാട് ജോബുകളൊക്കെ കളയുന്ന ഇന്നത്തെ കാലത്ത് ഭാവിയിൽ ജോലി ലഭിക്കാനും അതുപോലെ ഭാവിയിൽ എക്സെല് ചെയ്യാനും സസ്റ്റൈനബിൾ ആവാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലേണിംഗ് സിസ്റ്റം അത്ര എക്സൈറ്റിംഗ് അല്ല, നമ്മൾ സ്കൂൾ അത്ര ഹാപ്പി അല്ല. അപ്പം എയ്ഫർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ വരുന്നത്, എയ്ഫർ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈ ഒരു വിഷൻ കണ്ടിട്ടായിരുന്നു. അതായത് ലേണിംഗ് ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആക്കണം. നമ്മൾ പറയാറുണ്ട്, എയ്ഫറിൻ്റെ ഫൗണ്ടേഷന് നമ്മളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഫേമസ് കോട്ടാണ്, ഇഫ് യു കാൺട്ട് ഫൈൻഡ് ദ ബുക്ക് യു വാണ്ട് ടു റീഡ്, യു ഷുഡ് റൈറ്റ് ഇറ്റ് സോ ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ വുഡിൻ ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുസ്തകം ഇതുവരെ ആരും എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങളത് എഴുതണം. കാരണം വരുന്ന തലമുറ ആ പുസ്തകം അന്വേഷിച്ച് നടക്കരുത്. അപ്പോൾ എയ്ഫർ തന്നെ തുടങ്ങുന്നത്, ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ എയ്ഫറിൻ്റെ ഇനീഷ്യൽ ഫൗണ്ടേഴ്സ് പഠിച്ച സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം എവിടെയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് സിസ്റ്റം എയ്ഫർ എന്നുള്ള പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം സ്കൂൾ കുട്ടികളും എല്ലാവർക്കും പഠനം ഒരു എക്സൈറ്റിംഗ് ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ് തുടങ്ങിയിട്ടുള്ളത്, സ്കൂൾ ലെവലുകളിലേക്കല്ല. നമ്മുടെ ഏകദേശം 5 വർഷത്തോളം ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിഷൻ ഒരു ഹാപ്പി എക്സൈറ്റിംഗ് ലേണിംഗ് സിസ്റ്റം ആക്കുക എന്നുള്ളത് ഒരു അടിപൊളി വിഷനാണ്, പക്ഷേ ഇത് ഫസ്റ്റ് തുടങ്ങേണ്ടത് സ്കൂൾ എഡ്യൂക്കേഷനിലായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തമായിട്ടൊരു ലേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ഇഫ് ഇമോട്ടക് എംബഡ് ലേണിംഗ് സിസ്റ്റം എന്നുള്ളത് നമ്മളൊരുപാട് എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആസ് ഓഫ് നൗ ഇവിടെ ഉള്ള ഒരു സിസ്റ്റമല്ല നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ രീതിയിൽ നമ്മൾ പഠിച്ചാൽ അത് എക്സൈറ്റിംഗ് ആവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലൊരുപാട് പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു, ഒരുപാട് ഫീഡ്ബാക്കുകൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു, ഒരുപാട് ടെക്നിക്കൽ ആൻഡ് അതർ ആസ്പെക്റ്റുകൾ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വാലിഡേഷൻ ആവശ്യമായിരുന്നു, അതിൻ്റെ ഫീഡ്ബാക്കുകൾ ആവശ്യമായിരുന്നു. ഇതൊരിക്കലും വിദ്യാർത്ഥികളെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം, നിങ്ങൾ പഠനത്തിലൊക്കെ എപ്പോഴും പരീക്ഷണം നടത്തുകയാണെങ്കിൽ എപ്പോഴും നല്ലത് അതിന് പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് തരാൻ പറ്റുന്ന ഒരു ഓഡിയൻസിലാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മളെ സിസ്റ്റം റെഗുലറായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നുണ്ടായിരുന്നു, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഹാപ്പി ആയിട്ടുള്ള ഒരു ലേണിംഗ് എന്നുള്ളതിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇതൊരു വർക്കിംഗ് സിസ്റ്റമാണ്, ഈ സിസ്റ്റം കുട്ടികളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല, അവർ തീർച്ചയായിട്ടും ഹാപ്പി ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഹാപ്പി ആവുക, എക്സൈറ്റിംഗ് ആവുക എന്നുള്ളതിനേക്കാളേറെ ഇപ്പം നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണോ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഔട്ട്കം പ്രതീക്ഷിക്കുന്നത്, ആ ഔട്ട്കം അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ഒരു മത്സര പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് ജയിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ ഭയങ്കര ജോളി ഹാപ്പി കളിയാക്കി മാറ്റാം. പക്ഷെ പരീക്ഷയ്ക്ക് കുട്ടി ജയിച്ചിട്ടില്ലെങ്കിൽ ദെൻ ദ ഹോൾ സിസ്റ്റം ഈസ് ഫ്ലോട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റം എക്സൈറ്റിംഗ് ആണ്, ഹാപ്പിയാണ്, കുട്ടികളെ കൂടുതൽ ബെറ്റർ ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാനും സഹായിക്കുന്നു എന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഉറപ്പ് വരുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു ഹയർ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഏകദേശം 5 വർഷത്തോളം ആ പരീക്ഷണം നടത്തി. കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് മനസ്സിലായിട്ടുള്ളത് 2 കാര്യങ്ങൾ. കുട്ടികളിൽ നിന്നെടുത്ത ഫീഡ്ബാക്കിൽ അവരുടെ ജീവിതത്തിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള എക്സാം പ്ലാറ്റ്ഫോമുകളിൽ, എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത് എയ്ഫർ ആയിരുന്നു എന്ന് ചോദിച്ചതിന് 96% വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ളത് എയ്ഫർ ആയിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു നമ്മളെ ക്വാളിറ്റി വൈസ്, ഫീലിംഗ് വൈസ് നമ്മുടെ വാലിഡേഷൻ. കാരണം വലിയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർ അതിനു മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ പല സ്റ്റുഡൻസും PG കഴിഞ്ഞ ആളുകളൊക്കെയാണ് പല സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും. അവർക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് ഫീഡ്ബാക്ക് തരും. ഒരു LP സ്കൂളിലെ 2ലെയോ കുട്ടികൾക്ക് പഠനം ഹാപ്പി ആയിരുന്നു എന്നുള്ളതിന് ഫീഡ്ബാക്ക് തരാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള. അപ്പോൾ 96% വിദ്യാർത്ഥികൾ എയ്ഫറിൻ്റെ സിസ്റ്റം ഹാപ്പിയാണെന്ന് പറഞ്ഞു. അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കഴിഞ്ഞ 6ഓളം ടേമിലായിട്ട് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് UGC നെറ്റ് എക്സാമിന് കേരളത്തിൽ എയ്ഫറാണ് ഒന്നാമതായിട്ടുള്ളത്. ഏകദേശം 4700-ലധികം റിസൾട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ടേം കൊണ്ട് എയ്ഫർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഭയങ്കര കമ്പറ്റീറ്റീവ് ആയിട്ടുള്ള 1% ആളുകൾ ജയിക്കുന്ന JRF 408ഓളം ആളുകളും, 6% ജയിക്കുന്നത് 3000-ലധികവും ഒക്കെ. അതുപോലെ 10-12 ആളുകൾ 4000-ലധികം വിജയിക്കപ്പെട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മളെ സിസ്റ്റം ഒരേ സമയം കുട്ടികൾക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു, അതുപോലെ തന്നെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതായപ്പോഴാണ്, മതിയായ പരീക്ഷണം നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇറ്റ്സ് ടൈം. കാരണം ഒരു ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം ഏറ്റവും ആഗ്രഹിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്കാണ്. കാരണം നമ്മൾ വലിയ കുട്ടികളായാൽ നമ്മൾ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് റീസണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഇക്കൊല്ലം പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്തൊല്ലം ജോലി കിട്ടൂല, അല്ലെങ്കിൽ ഈ PSCക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ജോലി കിട്ടൂല എന്നറിയാം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നതിന്, എസ്പെഷ്യലി ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗോളൊന്നുമില്ല. അവരുടെ ഗ്രോത്തിൻ്റെ ഭാഗമാണ് പഠിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ എക്സൈറ്റിംഗ് എലമെൻറ്റുകൾ, ഹാപ്പി എലമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സ്പേസിലേക്കാണ് എയ്ഫർ ഹാപ്പി സ്കൂളുമായിട്ട് വരുന്നത്. ഓക്കെ, അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ പരീക്ഷിച്ച് ഫീഡ്ബാക്കിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റം, കൂടുതൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിസ്റ്റം. അതിലൂടെ ഇനി തൊട്ടിട്ട് നമ്മുടെ കുട്ടികളും സന്തോഷത്തോടെ പഠിക്കട്ടെ, നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് ഓടിപ്പോവട്ടെ. നമ്മൾ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികൾ പഠനത്തിലേക്ക് ഓടി വരട്ടെ, ഇൻട്രസ്റ്റോട് കൂടി വരട്ടെ എന്നുള്ള കോൺഫിഡൻസോട് കൂടി എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് എയ്ഫർ ഹാപ്പി സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്. സോ ഞാൻ മനസ്സിലാക്കുന്നത് എയ്ഫർ ഹാപ്പി സ്കൂൾ തുടങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണ്. കാരണം നമ്മൾ മതിയായ പരീക്ഷണങ്ങൾ നടത്തി. മാത്രമല്ല നമ്മൾ ഈ ഹാപ്പി സ്കൂളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന ട്യൂട്ടേഴ്സും മെജോറിറ്റി എയ്ഫറേറ്റ്സ് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഹാപ്പി ലേണിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായി പഠിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ. ദേ നോ ഹൗ ദ സിസ്റ്റം വർക്ക്സ്. കാരണം ടീച്ചേഴ്സിൻ്റെ ട്രെയിൻ ടീച്ചേഴ്സ് എന്നുള്ളത് പഠനം എക്സൈറ്റിംഗ് ആക്കുന്ന, പഠനം ഹാപ്പി ആക്കുന്നതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എലമെൻ്റാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹാപ്പി ലേണിംഗ് എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എയ്ഫറേറ്റ്സിനെയും കൂട്ടി അതുപോലെ തന്നെ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള എയ്ഫറിൻ്റെ സിസ്റ്റവുമായിട്ട് എയ്ഫർ ഹാപ്പി സ്കൂളിലേക്ക് വരികയാണ്. നിങ്ങളുടെ കുട്ടിയെ, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അത് ഏത് ക്ലാസ്സിലാവട്ടെ, കുട്ടിക്കും ഒരു ഹാപ്പി എൻവയോൺമെൻറ്റിലൂടെ എക്സൈറ്റിംഗ് ആയിട്ട് പഠിക്കണമെന്നും, നിങ്ങളെ കുട്ടി സന്തോഷത്തോടെ പഠിക്കാൻ വരണമെന്നും, അതോടൊപ്പം തന്നെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താണോ ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് കാണുന്ന അൾട്ടിമേറ്റ് ഗോള് അത് നേടിയെടുക്കാൻ സാധിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എയ്ഫർ ഹാപ്പി സ്കൂളിൻ്റെ ഭാഗമാവാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മളെ കുട്ടികൾക്ക് വളരെ സന്തോഷത്തോടെ പഠിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാം.